ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. അങ്ങനെ 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ മലയാളത്തിൻ്റെ ഇതിഹാസ നടൻ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക കളങ്കാവൽ എന്ന സിനിമയുമായിട്ട് വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞെട്ടിച്ചു എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ഞെട്ടിപ്പിച്ചു എന്ന് വേണം പറയാൻ. കാരണം അമ്മാതിരി പെർഫോമൻസ് ആണ് സിനിമയ്ക്കകത്ത് ഉടനീളം മമ്മൂക്ക കാഴ്ചവെച്ചിരിക്കുന്നത്. ജിതിൻ കെ ജോസാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം കുറുപ്പെന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഡയറക്ടറായിരുന്നു. ഇപ്പോൾ സ്വതന്ത്രമായി സംവിധായകനായി സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേ എല്ലാം പുള്ളി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിഡു സ്ക്രിപ്റ്റ് കേട്ടാ, ഒരു രക്ഷയില്ലാത്തൊരു സ്ക്രിപ്റ്റ്. സിനിമ തുടങ്ങിയ അവസാനം വരെയും നമ്മളെ ഇങ്ങനെ ത്രില്ലടിപ്പിച്ചിങ്ങനെ കൊണ്ടുപോകും. ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈനൈഡ് മോഹൻ്റെ കഥാപാത്രവുമായിട്ട് ഒരു സാമ്യമുള്ള ഒരു സംഭവമാണ് മമ്മൂക്ക ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാൽ സൈനൈഡ് മോഹനുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഇതൊരു സിനിമാറ്റിക് ഇതിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. പക്കാ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ. പിന്നെ എടുത്തു പറയേണ്ട 2-3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഒന്ന് ഇതിൻ്റെ സൗണ്ട്. അത് മുജീബ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ചില സീനിലൊക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുമ്പോഴത്തേക്കുള്ളൂ വേറെ ലെവലിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇനി മമ്മൂക്കയുടെ ക്യാരക്ടറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് ഒരു സാധനവും പുറത്തു പറയാൻ പറ്റത്തില്ല. കാരണം തുടക്കം തൊട്ട് അവസാനം വരെയും ത്രില്ലടിപ്പിക്കുക, അതുപോലെ തന്നെ സസ്പെൻസ് നിലനിർത്തിയാണ് സിനിമ ഇങ്ങനെ പ്രേക്ഷകരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇൻ്റർവെൽ പഞ്ച് ഒരു കിഡു സാധനമുണ്ട്. ഇൻ്റർവെൽ പഞ്ചിനുള്ള ആ ഒരു സാധനം ശരിക്കും പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം വരുന്ന സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെക്കാട്ടിൽ മുകളിലാണ് സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്നത്. സെക്കൻഡ് ഹാഫിലാണ് മമ്മൂക്ക എന്താണ് എന്നുള്ളത് അറിയുന്നത്. ഈ ഫസ്റ്റ് ഹാഫിൽ മമ്മൂക്കയുടെ ക്യാരക്ടർ റിവീൽ ചെയ്യുന്ന ആ സംഭവമാണ് ഈ ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നത്. 23 നായികമാരാണ് ഉള്ളത്. ഈ 23 നായികമാരെയും പുള്ളി കൊന്നു കളയുന്നു എന്നൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വായിച്ചതാണ് അല്ലേ. അപ്പോൾ ഈ ക്യാരക്ടറിനകത്ത് ഒരുപാട് എന്താ പറയുക സസ്പെൻസ് ഉണ്ട്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ റിവീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ മലയാളി ഓഡിയൻസ് ഏറ്റവും കൂടുതൽ സിനിമയുടെ റിവ്യൂ കാണുമ്പോഴത്തേക്ക് ഈ റിവ്യൂകളുടെ തമ്പുരാൻ എന്നൊക്കെ പറയുന്ന കോക്കിൻ്റെ റിവ്യൂ, അതുപോലെ തന്നെ നമ്മുടെ ഷഹസാം, അതുപോലെ എൻ്റർടൈം കിഴി, ഇങ്ങനെയുള്ള കുറേ യൂട്യൂബ് ചാനലുകളുടെയൊക്കെ റിവ്യൂസാണ് ആദ്യം മലയാളികൾ പോയി കാണുന്നത് അല്ലേ. നമ്മൾ റിവ്യൂ ചെയ്യുമെന്നുണ്ടെങ്കിലും നമ്മുടെ റിവ്യൂസ് കാണുമെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു സിനിമ കണ്ടിട്ട് എന്താണ് നമുക്ക് കിട്ടുന്നത് ആ ഒരു ഫീലാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഒരു സിനിമയെ മൊത്തത്തിൽ നെഗറ്റീവ് പറഞ്ഞ സിനിമയെ ഇല്ലാതെയാക്കി കളയണം എന്ന് വിചാരിക്കുന്ന ചില റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ മെയിനായിരുന്നു അശ്വന്ത് ഗോപി. കാരണം മമ്മൂക്കയുടെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഈ പുള്ളി പറയുന്നത് മൊത്തം നെഗറ്റീവ് ആയിരിക്കും. ഇപ്പം നമ്മുടെ ഭീഷ്മപർവം, അതുപോലെ തന്നെ കാതൽ, നൻപകൽ നേരത്ത് മയക്കം, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ടപ്പോഴത്തേക്ക് പുള്ളി കുറേയൊക്കെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ചില പോസിറ്റീവൊക്കെ പറയാറുണ്ട്. അപ്പം ഇപ്പം ഈ സിനിമ കണ്ടിട്ട് നമ്മുടെ എൻ്റർടൈം കിഴി അവർ പറഞ്ഞിട്ടുള്ള റിവ്യൂ, അപ്പം ഞാനിത് ഇന്ന് റിവ്യൂ റിയാക്ഷനാണ് നമ്മുടെ ഈ 3 പേര് പറഞ്ഞിരിക്കുന്ന റിവ്യൂസും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ളൊരു കമൻറ്റും നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നമുക്കാദ്യം ഈ എൻ്റർടൈൻമെൻറ്റ് കിഴി അവന്മാരുടെ ആ റിവ്യൂ ഒന്ന് കേട്ടു നോക്കിയാലോ. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, ഇവരുടെയൊക്കെ ഏജ് അതൊക്കെ ഭയങ്കര ഒരു വിഷയം തന്നെയാണ് സിനിമയിൽ. ഈ ക്യാരക്ടറിന് തന്നെ മമ്മൂക്കന്റെ ആ ഒരു ഏജ് ഇതിന് ആപ്റ്റ് അല്ല. ശരിക്കും പറയാം, ഈ സിനിമയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റിംഗ് ആണ്. അത് നായകനും വില്ലനും ഏറ്റവും മോശപ്പെട്ട ഒരു ഊള വില്ലനാണിത്. കാരണം ആള് ചെയ്യുന്നത് മോശം കാര്യങ്ങളാണ്. അതായത് ആളോട് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് മമ്മൂക്കൊക്കെ ഇങ്ങനെ ഈ മോശം കാര്യങ്ങൾ ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ അല്ല, വില്ലൻ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. ഈ ഏജ് ഒക്കെ വെച്ച് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് കൺവിൻസിങ് അല്ല. നമുക്ക് പ്രണയവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും അങ്ങോട്ട് ആ ഭാഗം വരുമ്പോഴേ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, ഇത് എന്താണ് ഈ കാണിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അതായത് ശൃംഗാരം, അതെ, പ്രണയത്തിന്റെ കുറച്ച് കാര്യങ്ങൾ, ഈ വശീകരണം, ഈ സമയത്തൊക്കെ സത്യത്തില് നമുക്ക് തൊലി ഉരിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ട്. സത്യസന്ധമായിട്ട് പറയാണ്. അത് ഈ ഏജ് ഡിഫറൻസ് ഭയങ്കരമായിട്ട് നമുക്കത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ് സിനിമ. ഇതെന്നറിയോ, ഇനി നമുക്ക് കോക്കിന്റെ റിവ്യൂ ഉണ്ടെന്ന് കേട്ട് നോക്കിയാലോ. Hi all, this is Cock. The venom beneath can't be suppressed anymore. Kalankaval. Cinema. Mammuka can't stop praising you. കാരണം ഈ ഒരു സിനിമ വെറും ഒരു നോർമൽ സസ്പെൻസ് ത്രില്ലറായി പോയനെ. അൺലെസ് ആൻഡ് അൻറ്റിൽ ഇതിലെ കാസ്റ്റിംഗ് അദ്ദേഹം വെച്ച് മാറിയത്. അതായത് മമ്മൂക്ക വില്ലൻ, വിനായകൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ.
നായകൻ. ആ ഒരു വെച്ച് മാറലുണ്ടല്ലോ, ആ ഒരു വെച്ച് മാറൽ സിനിമയുടെ ഡൈനാമിക്സ് ആകെ മാറിപ്പോയി. നമ്മുടെ കാഴ്ചയുടെ പെർസ്പെക്റ്റീവും ആ ഒരു സിനാരിയും എല്ലാം മാറിയിട്ട് ഭയങ്കര ഫ്രഷ്നെസ്. അതിന് ദ ഹോൾ ക്രെഡിറ്റ് ഗോസ് ടു മമ്മൂക്ക. മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ പെർഫോമൻസ്, നടിപ്പ്. അതായത് ബ്രഹ്മയുഗം കണ്ട സമയത്ത് പറഞ്ഞല്ലോ, അത്തരം സബ്ജക്റ്റുകളിൽ ക്യാരക്ടറായി മാറിയിട്ട് മമ്മൂക്കയുടെ ഒരംശം പോലും ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. മുൻകാല മമ്മൂക്ക ചിത്രങ്ങളിലെ ഒരു കഥാപാത്രമായിട്ടും നിങ്ങൾക്ക് സാമ്യം തോന്നില്ല. ഇനി നിങ്ങൾ എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാലത്തോളം ഇതിലൊരു സ്റ്റില്ല് കണ്ടാൽ നിങ്ങൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നിങ്ങൾ പറയും ഇത് കളങ്കാവലാണ്, ഇത് കളങ്കാവലെ മമ്മൂക്കയാണ്. ദാറ്റ്സ് ദ ഡിഫറൻസ്. അതായത് മമ്മൂക്കയുടെ ആക്ടിങ്ങിനെ കണ്ടുകൊണ്ടിരിക്കുക. 2 മണിക്കൂർ 24 മിനിറ്റുള്ളൊരു സിനിമയാണ്. ഒരു നിമിഷം പോലും സിനിമയുടെ പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല. അത് കംപ്ലീറ്റ്ലി മേഴ്സ് വിത്ത് ദ ഫിലിം. സിനിമയ്ക്ക് അകത്തേക്ക് കാര്യം. അതാണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് അടിപൊളി പരിപാടി. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ചില മൊമെൻറ്റ്സ് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അത് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അധികം റിവ്യൂ പരിപാടികളൊന്നും അല്ലെങ്കിൽ പോസ്റ്റുകളൊന്നും വായിക്കാതെ നേരെ സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി കാണുക. കാരണം ചെറിയൊരു സ്പോയിലർ കേട്ടാൽ പോലും ചിലപ്പോൾ നമ്മളത് ബാധിച്ചേക്കാം. അതുകൊണ്ട് ഈ റിവ്യൂവും നമ്മൾ സ്പോയിലർ ഫ്രീ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. സിമ്പിളായി ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ ഇറ്റ്സ് സോ ഗുഡ്. ഒരു സിനിമ ഭയങ്കര സാറ്റിസ്ഫാക്ഷനൊക്കെ തന്ന് നല്ല അടിപൊളിയായിട്ട് നല്ല കിടിലൻ പെർഫോമൻസുകളൊക്കെ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാനുള്ളൊരു സാധനം തന്നു. അതിൻ്റെ ഒരു സന്തോഷവും ഒരു ആനന്ദവും ഒക്കെ എൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് പതിവ് പോലെ പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാനാണെങ്കിൽ പോസിറ്റീവ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. ഒന്നാമത്തെ പോസിറ്റീവ് അത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റാണ്, തിരക്കഥയാണ് ഈ സിനിമയുടെ നട്ടെല്ലെന്ന് വേണം പറയാനായിട്ട്. കേട്ടല്ലോ. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് കിഴി പറഞ്ഞതും കോക്ക് പറഞ്ഞതും ഉണ്ണീസ് പറഞ്ഞതും നിങ്ങൾ കേട്ടല്ലോ അല്ലേ. അപ്പം ഈ എപ്പോഴും പോസിറ്റീവ് കമൻറ്റുകൾ മാത്രം പറയുമ്പോഴത്തേക്ക് ഇടയ്ക്കൊരു ചേഞ്ചൊക്കെ വരാൻ വേണ്ടി ഒരു നെഗറ്റീവ് പറയാം. സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ഈ റിവ്യൂയുടെ താഴെ പോയി നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം ഊക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുക പേരാണ്ടെണ്ണോ. മലയാള സിനിമയിൽ ഇതുപോലൊരു നടൻ അല്ലെങ്കിൽ ഒരു നടന വിസ്മയം തീർക്കുന്ന ഒരു മനുഷ്യൻ വേറെ ഇല്ല കേട്ടോ. പുള്ളി ഈ സൈനൈഡ് മോഹൻ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിലാണ് പുള്ളി പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും നമുക്ക് പുള്ളിയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഒന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രത്തോളം സസ്പെൻസ് നിറഞ്ഞിട്ടുള്ള ഒരു കിഡിലൻ സിനിമ എന്ന് തന്നെ പറയണം. കാരണം ബഡ്ജറ്റ് വളരെ കുറഞ്ഞ് ഇങ്ങനൊരു സിനിമ ചെയ്യാനും ഈ ഒരു ക്യാരക്ടർ നമുക്ക് എടുക്കാൻ കാണിച്ചിട്ടുള്ള ധൈര്യത്തിന് വലിയൊരു സല്യൂട്ട് കൊടുക്കണം. കാരണം അത് നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം സിനിമ. അപ്പം എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പോയിരുന്നിട്ട് ഒരു സിനിമ കണ്ടിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ സിനിമയെ അങ്ങോട്ട് ഇല്ലായ്മ ചെയ്ത് കളയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർ ഇരുകൈ നീട്ടി ഈ സിനിമ സ്വീകരിച്ചു എന്നുള്ള നമുക്ക് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഇതിനകത്തല്ല. നമുക്ക് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ്. നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്യാരക്ടറിനോട് ദേഷ്യം ഉണ്ടാകും. പക്ഷേ സിനിമ കണ്ട് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ ക്യാരക്ടറിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകില്ല. അത് സത്യമാണ് കേട്ടോ, 100% സത്യമാണ്. കാരണം നമ്മൾ ആ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പുള്ളിക്കാരനെ കുറിച്ചിട്ട് തന്നെ ആയിരിക്കും നമ്മുടെ ചിന്ത. കിട്ടു സാധനമാണ്, നിങ്ങൾ മസ്റ്റ് വാച്ചാണ്. അപ്പോൾ ഇതുപോലുള്ള പോഴന്മാർ വന്നിരുന്നുണ്ട് ഈ സിനിമയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ സിനിമ കാണാൻ പോകുമ്പോഴത്തേക്ക് നല്ല രീതിയിലൊക്കെ പോയിരുന്നു കാണണം, എന്നെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. വല്ലതൊക്കെ അടിച്ചിട്ടൊക്കെ പോരും സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. സാധാരണ ഞാൻ അശ്വന്ത് ഗോക്കൊക്കെ നെഗറ്റീവ് പറയുന്ന ഒരാളാണ്, ഇയാൾ നെഗറ്റീവ് ആയിരിക്കും പറയുന്നതൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പുള്ളിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മമ്മൂക്ക എന്ന് പറയുന്ന നടൻ ഈ നെഗറ്റീവ് പറയുന്നവരെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കുന്ന ഒരു ക്വാളിറ്റിയും കൂടെ പുള്ളിക്കുണ്ട്. എന്തായാലും സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് വാച്ചാണ്. നിങ്ങൾ തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. സിനിമ കണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞതിന് വിപരീതമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വന്നിട്ട് പൊങ്കാല ഇട്ടോളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.